ഫിഷറീസ് മന്ത്രിയായിട്ടുള്ള അബ്ദുൾ ഗഫൂറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിവ് കെട്ടവനെന്ന് അധിക്ഷേപിച്ചു എന്ന പേരിൽ ഇന്ന് പ്രതിപക്ഷ ബഹളം പലരും കണ്ടിട്ടുണ്ടാകും. എന്താണ് ഈ ആരോപണത്തിന്റെ സത്യാവസ്ഥ? അതിൽ പിണറായി പറഞ്ഞ ഒരു വാചകത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സർ, ഞാൻ ആരെയും അവമാനിച്ചില്ല. അപമാനിക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ്. ഒരു മന്ത്രി മറുപടി പറയുമ്പോൾ മറ്റൊരു മന്ത്രി എഴുന്നേറ്റിട്ട് ഈ പറയുന്ന മന്ത്രിക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് അങ്ങേയറ്റത്തെ അപരാധം. അതാണ് ഇവിടെ ഉണ്ടായത്. അത് പാടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അത് പാടുണ്ടോ? അതാണ് പ്രശ്നം. കേട്ടല്ലോ, ഞാൻ ആരെയും അപമാനിച്ചിട്ടില്ല. ഒരു മന്ത്രി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മറ്റൊരു മന്ത്രി അടിയന്തര പ്രമേയത്തിൽ ചട്ടവിരുദ്ധമായിട്ട് എണീറ്റ് വർത്തമാനം പറഞ്ഞു. വനം മന്ത്രി ഷിബു ബേബി ജോൺ. ആ സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. സഭയിൽ ഇപ്പോൾ ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധന മേഖലയിൽ അല്ലെങ്കിൽ തീരദേശത്തുള്ളവർക്കുള്ള ക്ഷേമ പദ്ധതികളെല്ലാം മുടങ്ങി, അവർക്കുള്ള റേഷൻ വിതരണം തടസ്സപ്പെട്ടു തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അടിയന്തര പ്രമേയം. ആ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് മറുപടി പറയുകയായിരുന്ന ഫിഷറീസ് മന്ത്രി അബ്ദുൾ ഗഫൂർ. അതിനിടയ്ക്കാണ് നിയമസഭാ ചട്ടങ്ങളിലില്ലാത്ത, നിയമസഭാ നിയമങ്ങളിലില്ലാത്ത ഒരു ഇടപെടൽ ഷിബു ബേബി ജോണിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ സർക്കാർ വന്നതിന് ശേഷം ആദ്യം ചെയ്തത് ഈ ബഡ്ജറ്റിൽ ആദ്യത്തെ വർഷം തന്നെ അത് 75 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു സാർ. ഇങ്ങനെ മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന നടപടികളുമായിട്ടാണ് സർക്കാർ പറയാനുള്ള അവസരം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. അങ്ങനെ നമുക്കൊരു കീഴ്വഴക്കമുണ്ടോ? അങ്ങ് വളരെ സീനിയർ ആയിട്ടുള്ള ആളല്ലേ, ചോദിച്ചോളൂ. വഴങ്ങിയത് കൊണ്ട് ഞാൻ വളരെ വാചാലമായി അല്ലെങ്കിൽ അന്നത്തെ ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നുണ്ട്. 2700 4500 ആക്കി വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ കേരള ചരിത്രത്തിൽ മത്സ്യത്തൊഴിലാളികൾ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 1350 രൂപ ഇത് തണൽ പദ്ധതിയുടെ ഭാഗമായി കൊടുത്തത് നിർത്തലാക്കിയ ഒരു ഗവൺമെന്റാണ്. കണ്ടല്ലോ, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട്, അതായത് റൂൾ 50 ആയി ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരു മന്ത്രിക്കും അതിനിടയിൽ കയറി അഭിപ്രായം പറയാൻ സഭാ നടപടികൾ അനുവദിക്കുന്നില്ല. അത് സ്പീക്കറായിട്ടുള്ള തിരുവഞ്ചൂർ തന്നെ ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട്, വഴങ്ങിയത് കൊണ്ട് പറഞ്ഞോളൂ എന്നാണ് പറയുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് അതിനെ പിണറായി വിജയൻ തുറന്നു കാട്ടി. കാര്യം ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള വ്യക്തി ഈ കാര്യം ചെയ്തപ്പോൾ സ്പീക്കർ തന്നെ ചൂണ്ടിക്കാട്ടിയ കാര്യമാണ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന്റെ ഭാഗമായി വാക്കൌട്ട് പ്രസംഗം നടത്തുകയായിരുന്നു. വാക്കൌട്ട് പ്രസംഗത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ഇതിൽ എവിടെയാണ് കഴിവ് കെട്ടവൻ എന്ന് ഫിഷറീസ് മന്ത്രി അബ്ദുൾ ഗഫൂറിനെ പിണറായി പരാമർശിച്ചത് എന്ന് നിങ്ങൾ തന്നെ കേട്ടിട്ട് വിലയിരുത്തൂ. എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ചില വാക്കുകൾ അടർത്തിയെടുത്ത് കൃത്രിമ വിവാദങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ പേരിൽ ബഹളങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. ബഹുമാനായ മന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ബഹുമാനായ മന്ത്രി ഇടപെടുകയും അങ്ങ് പതിവിൽ നിന്ന് വിപരീതമായി അത് അനുവദിക്കുകയും അങ്ങനെ അദ്ദേഹം ബഹുമാനായ ഫിഷറീസ് മന്ത്രിക്ക് എന്തോ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ അല്പം കഴിവുകേടുണ്ട് എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഒരിടപെടൽ അങ്ങ് ദയവായിട്ട് അങ്ങ് അത് പറഞ്ഞിട്ടുണ്ടായി. അങ്ങ് വളരെ പ്രധാനപ്പെട്ട ആളാണ്. അത് പാടില്ലാലോ. മറ്റൊരു മന്ത്രിക്ക് കഴിവുകേടുണ്ട് എന്ന് അങ്ങേപ്പോലൊരാള് പാടില്ലാത്തൊരു കാര്യം നടന്നാൽ അത് വിട്ടുകളാ. അദ്ദേഹം തന്നെ മനസ്സിലായി. ബഹുമാന്യനായ ഫിഷറീസ് മന്ത്രിക്ക് കഴിവുകേടുണ്ട് എന്ന് കാണിക്കത്തക്ക രീതിയിൽ ഇടപെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയല്ലോ. അങ്ങേക്ക് പ്രൊസീഡ് ചെയ്യാം. അങ്ങനെ ഇടപെടാൻ പാടില്ല. അങ്ങ് പ്രൊസീഡ് ചെയ്തോളൂ. അങ്ങനെ ദയവായിട്ട് പ്ലീസ് സഭ ഓർഡറിലാക്കൂ. പ്ലീസ് ഇരിക്കൂ. നിങ്ങൾ ഇരിക്കൂ. അദ്ദേഹം ഹീസ് ഓൺ ഹിസ് ലെഗ്. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചോണ്ടിരിക്കുക, അതിനെ നിങ്ങൾ ഒബ്ജക്ട് ചെയ്യണോ? അവിടെ ഇരിക്കൂ, അദ്ദേഹം സംസാരിക്കട്ടെ. ദയവായിട്ട് പ്ലീസ് റെസ്യൂം യുവർ സീറ്റ്.
അടിയന്തര പ്രമേയത്തിന് പ്ലീസ് സാർ ഞാനത് എന്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വരുന്നില്ല. അദ്ദേഹം എന്ത് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വിട്ടുകയാണ്. അദ്ദേഹം പറയട്ടെ. അതിനുള്ള സാവകാശം നിങ്ങൾ കൊടുക്കൂ. ഞാൻ എന്റെ അഭിപ്രായത്തെ കുറിച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിന്റെ നടപടി എന്ത് എന്നുള്ളത് അദ്ദേഹം പറയും. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇരിക്കൂ. സാർ, ഞാൻ ആരെയും അവമാനിച്ചില്ല. അപമാനിക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ്. ഒരു മന്ത്രി മറുപടി പറയുമ്പോൾ മറ്റൊരു മന്ത്രി എഴുന്നേറ്റിട്ട് ഈ പറയുന്ന മന്ത്രിക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് അങ്ങേയറ്റത്തെ അപരാധം. അതാണ് ഇവിടെ ഉണ്ടായത്. അത് പാടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അത് പാടുണ്ടോ? അതാണ് പ്രശ്നം. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ആദ്യം കാണേണ്ടത്, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് പാർലമെന്ററി കാര്യമന്ത്രിയോ നിയമമന്ത്രിയോ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നയാളുടെ സംസാരം അവസാനിച്ചതിന് ശേഷമാണ്. അതല്ല ഇവിടെ ഉണ്ടായത്. ഞാൻ ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം നല്ല കഴിവുറ്റ ഒരാളാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ അദ്ദേഹം ഒരു പുതിയ മന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് നേരത്തെ മന്ത്രിയായി ഇരുന്ന ഒരാൾ ഇപ്പൊ പുതുതായിട്ട് വന്നയാൾക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമാറുള്ള ഒരു ഇടപെടൽ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ല എന്നല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു അഭിപ്രായവും എനിക്കില്ല. അതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കേട്ടല്ലോ, ഇതാണ് നടന്നത്. നമ്മുടെ നാട്ടിൽ ചില വിദഗ്ധന്മാരുണ്ട് ആടിനെ പട്ടിയാക്കുന്ന ഒരു വിഷയത്തിൽ. അവർക്ക് ഒരു വിവാദം സൃഷ്ടിക്കണം. അബ്ദുൽ ഗഫൂറിനെ പിണറായി കഴിവുകെട്ടവനെന്ന് വിളിച്ചു. അത് തിരുവഞ്ചൂർ അപ്പോൾ തന്നെ കയറിയിട്ട് അങ്ങേപ്പോലെ ഒരു മുതിർന്ന ആൾ ആ പദപ്രയോഗം ഉപയോഗിക്കരുത്. പദപ്രയോഗം ഉപയോഗിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ് സഭാ നടപടികൾക്ക് വിരുദ്ധമായിട്ട് ഒരു മന്ത്രി ഒരു വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു മന്ത്രി എണീറ്റ് അദ്ദേഹത്തിന് അത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഫിഷറീസ് വകുപ്പിന് ഉമ്മൻചാണ്ടി ചില കാര്യങ്ങൾ ചെയ്തു എന്ന നിലയ്ക്ക് അഭിപ്രായം പറയുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് പറയുന്ന കാര്യങ്ങൾ അത്ര പോരാ, അല്ലെങ്കിൽ അതിന് വ്യക്തത ഇല്ല എന്ന് വരുന്നത് കൊണ്ടും അത് കുറച്ചുകൂടി പോയിന്റുകൾ ചേർക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ചട്ടവിരുദ്ധമായിട്ട് അല്ലെങ്കിൽ സഭാ നടപടികൾക്ക് വിരുദ്ധമായിട്ട് മന്ത്രി ഷിബു ബേബി ജോൺ എണീറ്റ് ആ പണി ചെയ്തത്. സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടായിരിക്കും? അയാൾ പറഞ്ഞ കാര്യങ്ങളിൽ കൃത്യതയില്ല, കാര്യങ്ങൾ കുറവായതുകൊണ്ട് അതിൽ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി കഴിവ് കുറഞ്ഞ ആ വ്യക്തിയായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പരിശ്രമിച്ചു എന്ന് ഒരു പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയാൽ അതെങ്ങനെയാണ് വ്യക്തി അധിക്ഷേപമാകുന്നത്? നമ്മുടെ സഭാ നടപടികൾ നടക്കേണ്ട റൂൾസ് പ്രകാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലാത്തൊരു രീതി അവലംബിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എവിടെയൊക്കെയോ ഷിബു ബേബി ജോണിന് അസംതൃപ്തി തോന്നി, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളിലെല്ലാം കണ്ടന്റ് കുറവാണെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സ്വന്തം കയ്യിലുള്ള പോയിന്റ് ചട്ടവിരുദ്ധമായി എടുത്ത് പ്രയോഗിച്ചത്. അത് ചൂണ്ടിക്കാട്ടിയാൽ എങ്ങനെയാണ് വ്യക്തിയെ കഴിവുകെട്ടവൻ എന്ന് വിളിച്ചു എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്? നിങ്ങൾ ചെയ്തൊരു പ്രവൃത്തി കൊണ്ട് എന്താണ് മറ്റുള്ളവർക്ക് തോന്നുന്നത് അക്കാര്യം പിണറായി സഭയിൽ പറഞ്ഞു. അതിനെ വളച്ചൊടിച്ചുകൊണ്ട് മന്ത്രിയെ കഴിവുകെട്ടവനെന്ന് മുതിർന്ന അംഗം കൂടിയായ പിണറായി പറഞ്ഞു എന്ന് പറയുമ്പോൾ വല്ലാത്ത ജാതി തൊലിക്കട്ടി തന്നെയാണ് ഇവർക്കെന്ന് പറയേണ്ടി വരികയാണ്.